ലേഡി എന്ന രീതിയിൽ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ മാർക്കറ്റിംഗ് സ്റ്റാഫാണ്. അപ്പൊ നമ്മളൊരു പ്രോഡക്റ്റ് നമുക്ക് വിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ വിൽക്കണമെങ്കിൽ എന്തായിരിക്കണം, നമ്മൾ അതിനെ പറ്റിയിട്ട് ആ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ വിൽക്കാം. അതേപോലെ അത് നല്ലതാണെങ്കിൽ നമുക്ക് വിൽക്കാം. ഇവിടെ മേഡത്തിനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ, മേഡം ഒരു പേഷ്യന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പണ്ട് മുതലേ കണ്ടില്ല, അവർക്ക് തിമിരുണ്ട്, പക്ഷെ അവർക്ക് ഗ്ലോക്കോമ ഉണ്ട്, എന്തായാലും അവർ ഓപ്പറേഷൻ ചെയ്യില്ല, അവർക്ക് അതിന് പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മരുന്ന് ഒഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് മേഡം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്ത സർജറികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആ പേഷ്യന്റിന് വേണ്ടി മേഡം തിയേറ്ററിൽ ചെലവാക്കുന്ന എമൗണ്ട് ഉണ്ട്. പണ്ട് മുതൽ ഡിസ്റ്റിൽ വാട്ടർ ഒക്കെ മേടിച്ചിട്ട് ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യാൻ ഇപ്പോഴും അതെ. മേഡം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കാശ് മേഡം ബിൽഡിങ്ങിന് ചെലവാക്കിയിട്ടായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ കാശ് ചെലവാക്കിയുള്ളത് തിയേറ്ററിലായിരിക്കും. അത് മോഡലാർ ഓട്ടി വന്ന ഏറ്റവും തൃശ്ശൂരത്തെ ആദ്യത്തെ ഇൻഫിനിറ്റി മിഷൻ 50 ലക്ഷത്തിന്റെ മേടിച്ചത് മേഡാണ്. ഇപ്പോഴും വേറൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മേഡത്തിന്റെ അമ്മയുടെ കൂടെ വണ്ടിയിൽ പോകുമ്പോൾ 3.5 കോടി രൂപയാണ് ലാസിക് മിഷൻ. അപ്പൊ മേഡത്തിന്റെ അമ്മ 25 ലക്ഷം അഡ്വാൻസ് കൊടുത്തു. അപ്പൊ എന്നോട് അടക്കം പറഞ്ഞു, അഡ്വാൻസ് അത് വേണം, ഇത്ര വില കൂടുതൽ മേടിക്കണ്ടെങ്കിൽ അഡ്വാൻസ് പൊക്കോട്ടെ. പക്ഷെ മേഡം പറഞ്ഞു, മേടിക്കുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യന്റിന് കണ്ണിന്റെ ഏറ്റവും നല്ലത് തന്നെ. അതായത് ഒരു കുട്ടിയെ നോക്കണം, ആ മിഷീനിന് പ്രത്യേകിച്ച് ലാഭം കിട്ടുന്നല്ല, പക്ഷെ ഒരാൾക്ക് ചെയ്യണമെങ്കിൽ അത് അത്രയും ഭംഗിയായിട്ട് ചെയ്ത് പോയാൽ മതി. ആ ഒരു വിശ്വാസം കൊണ്ടാണ് മേഡം അന്ന് 3.5 കോടി രൂപയുടെ മിഷൻ ആദ്യം വാങ്ങിയത്. വാങ്ങിയപ്പോൾ ബിൽഡിംഗ് വലുതല്ല, പക്ഷെ അത് മേഡം ആ പേഷ്യന്റിന് ആ സർവീസ് കൊടുക്കുന്നതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഒരു പേഷ്യന്റിന്റെ സർജറിയുടെ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, കാരണം മേഡത്തിന്റെ അവിടെ നിന്ന് പോണ പേഷ്യന്റ് വിഷൻ ക്ലിയർ ആവും. അതിനുള്ള എഫേർട്ട് മേഡം ഫുള്ള്